ഉത്തര ബംഗാളിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖയോട് ചേർന്നു നിൽക്കുന്ന ആ കൊച്ചു ഗ്രാമം നിശബ്ദതയിൽ പൊതിഞ്ഞ ഒന്നായിരുന്നില്ല. അവിടെ പ്രഭാതങ്ങൾ വിരുന്നെത്തുന്നത് തുന്നൽ യന്ത്രങ്ങളുടെ താളാത്മകമായ കടകട ശബ്ദത്തോടെയായിരുന്നു. ഗ്രാമത്തിന്റെ ഓരത്തായി തല ഉയർത്തി നിൽക്കുന്ന ആ പഴയ തുണിമിൽ കേവലം ഒരു കോൺക്രീറ്റ് കെട്ടിടമായിരുന്നില്ല. നൂറുകണക്കിന് മനുഷ്യരുടെ അടുക്കളയിൽ പുകയുയരാൻ കാരണമായ ആ ഫാക്ടറി ആ ഗ്രാമത്തിന്റെ അന്നദാതാവായിരുന്നു. ആ കൂറ്റൻ കെട്ടിടത്തിനുള്ളിലെ തുന്നൽ മെഷീനുകൾക്കിടയിൽ വിയർപ്പൊഴുക്കുന്ന നൂറുകണക്കിന് തൊഴിലാളികളിൽ ഒരാളായിരുന്നു രമേശ്. ജീവിതത്തിൽ താങ്ങായി നിൽക്കാൻ ബന്ധുക്കളോ സ്വന്തമെന്ന് പറയാൻ ഒരു വീടോ ഇല്ലാതിരുന്ന രമേശിന് ആ ഫാക്ടറിയും അവന്റെ ഇടുങ്ങിയ വാടക മുറിയും മാത്രമായിരുന്നു ഏകലോകം. എന്നാൽ വിധി അവനായി കരുതി വെച്ചത് മനുഷ്യർക്ക് അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു നിഷ്കളങ്കമായ കൂട്ടുപിടുത്തമായിരുന്നു. ഒരു കർക്കിടക മാസത്തിലെ കനത്ത മഴ പെയ്തു കുതിർന്ന വൈകുന്നേരമായിരുന്നു അത്. പണി കഴിഞ്ഞ് ക്ഷീണിതനായി പുറത്തിറങ്ങിയ രമേശ് ഫാക്ടറി ഗേറ്റിന് പുറത്തുള്ള ചവറ്റുകൂനക്ക് സമീപം ഒരു നേർത്ത കരച്ചിൽ കേട്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടത് വിശന്ന് വിറച്ച് എഴുന്നേൽക്കാൻ പോലും കരുത്തില്ലാത്ത കിടക്കുന്ന ഒരു ചെറിയ നായക്കുട്ടിയെയാണ്. ചെളിയിൽ കുളിച്ച് രോഗാതുരനായി കണ്ട ആ കുഞ്ഞിനെ കണ്ടപ്പോൾ രമേശിന്റെ ഉള്ളിൽ എന്തോ ഒരലിവ് തോന്നി. സ്വന്തം വയർ നിറയ്ക്കാൻ പാടുപെടുന്നതിനിടയിലും തന്റെ കയ്യിലിരുന്ന ഉച്ചഭക്ഷണത്തിന്റെ ബാക്കി അവൻ ആ ജീവിക്ക് മുന്നിൽ വെച്ചു. അത് ആർത്തിയോടെ കഴിക്കുന്നതിനിടയിൽ ആ കുഞ്ഞി കണ്ണുകളിൽ വിരിഞ്ഞ തിളക്കവും ആദ്യമായി ഒരാൾ നൽകിയ പരിഗണനയിൽ തോന്നിയ ആ നന്ദിയും രമേശിന്റെ ഹൃദയത്തിൽ തൊട്ടു. അന്ന് ആ ചവറ്റുകൂനയിൽ നിന്ന് രമേശ് എടുത്തുയർത്തിയത് വെറും ഒരു തെരുവുനാഴയെ ആയിരുന്നില്ല, മറിച്ച് തന്റെ ജീവിതകാലം മുഴുവൻ പിന്തുടരാനുള്ള ഒരു ആത്മമിത്രത്തെയായിരുന്നു. അന്ന് മുതൽ ആ നായക്കുട്ടി രമേശിന്റെ നിഴലായി മാറി. അവൻ അതിനെ ഷേരു എന്ന് പേരിട്ടു. അവർക്കിടയിൽ സംസാരിക്കാൻ വാക്കുകൾ വേണമെന്നില്ലായിരുന്നു. രമേശിന്റെ ഓരോ ചലനവും അവന്റെ നോട്ടത്തിലെ അർത്ഥവും ഷേരുവിന് മനഃപ്പാഠമായിരുന്നു. അവർ തമ്മിലുള്ള ബന്ധം ഒരു യജമാനനും നായയും എന്നതിലുപരി രണ്ട് ഏകാന്തപതികൾ പരസ്പരം താങ്ങായി മാറുന്ന ഒരു അത്ഭുതമായിരുന്നു. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ രമേശ് എഴുന്നേൽക്കുമ്പോൾ വാതിൽക്കൽ വാലാട്ടി ഷേരു റെഡി ആയിട്ടുണ്ടാകും. രമേശ് ജോലിക്ക് പോകുമ്പോൾ ഗ്രാമത്തിലെ വഴിവിളക്കുകൾക്ക് താഴെ അവർ ഒരുമിച്ച് നടക്കും. രമേശിന്റെ കാലുകളിൽ ഉരസിയും ഇടയ്ക്ക് മുൻപോട്ട് ഓടിയും ഷേരു തന്റെ സ്നേഹം പ്രകടിപ്പിച്ചു. ഫാക്ടറി ഗേറ്റിന് മുന്നിലെത്തുമ്പോൾ രമേശ് തന്റെ ചുമലിലെ ബാഗ് ശരിയാക്കി ഷേരുവിനോട് പറയും, ഷേരു, നീ ഇവിടെ നിൽക്കെ, ഞാൻ വൈകുന്നേരം വരാം, മര്യാദക്ക് ഇരിക്കണം കേട്ടോ. ആ വാക്കുകൾ ഷേരുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശുദ്ധ ഗ്രന്ഥത്തിലെ കൽപ്പന പോലെയായിരുന്നു. ഒരു വാക്കിന് ഇത്രമാത്രം വിലയുള്ള മറ്റൊരു ജീവിയും ആ ഗ്രാമത്തിൽ ഉണ്ടാവില്ല. രമേശ് ഫാക്ടറിയുടെ വലിയ ഇരുമ്പ് ഗേറ്റിനുള്ളിലേക്ക് മറയുന്നതുവരെ അവൻ നോക്കി നിൽക്കും. പിന്നീട് പകൽ മുഴുവൻ ഷേരുവിന്റെ ലോകം ആ ഗേറ്റിന് മുന്നിലെ ചതുരശ്ര അടി മണ്ണായിരുന്നു. കത്തുന്ന വേനൽക്കാലത്ത് സൂര്യൻ ആകാശത്തു നിന്ന് തീ തുപ്പുന്ന ഉച്ച സമയങ്ങളിൽ തണൽ തേടി മറ്റു ജീവികൾ മറയുമ്പോഴും ഷേരു ആ തറയിൽ തന്നെ കിടക്കും. ചൂട് സഹിക്കാനാവാതെ നാവ് പുറത്തേക്കിട്ട് കിതക്കുമ്പോഴും അവന്റെ ദൃഷ്ടി മാത്രം ആ ഇരുമ്പ് ഗേറ്റിൽ നിന്ന് മാറിയില്ല. പെട്ടെന്ന് പെയ്യുന്ന മഴയിൽ നനഞ്ഞു കുതിർന്നാലും വിറച്ചുകൊണ്ട് അവൻ അതേ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചു. ഗ്രാമത്തിലെ തെരുവു നായകൾ അവനെ ആക്രമിക്കാൻ വന്നാലും തന്റെ സ്ഥാനം ഉപേക്ഷിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. വൈകുന്നേരം ഫാക്ടറിയിലെ സൈറൺ മുഴങ്ങുമ്പോൾ ഷേരുവിന്റെ ഉള്ളിൽ വലിയൊരു ആവേശം അണപൊട്ടും. മെഷീനുകളുടെ ശബ്ദം അടങ്ങുന്നതോടെ തൊഴിലാളികൾ ഓരോന്നായി പുറത്തേക്ക് വരും. ഓരോ മുഖത്തെയും അവൻ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കും. ഒടുവിൽ താൻ കാത്തിരുന്ന പ്രിയപ്പെട്ട രൂപം ദൂരെ നിന്ന് നടന്നു വരുന്നത് കാണുമ്പോൾ ഷേരുവിന്റെ സന്തോഷം നിയന്ത്രണാതീതമാകും. അവൻ കുരച്ചുകൊണ്ടും നിലത്ത് ഉരുണ്ടുമറിഞ്ഞും രമേശിന്റെ ദേഹത്തേക്ക് ചാടിക്കയറും. തന്റെ സ്നേഹം മുഴുവൻ പ്രകടിപ്പിക്കും. പണി കഴിഞ്ഞ് വിയർത്തു കുളിച്ചു വരുന്ന രമേശിന് ആ നിമിഷം തന്റെ എല്ലാ തളർച്ചയും മാറിയതുപോലെ തോന്നും. തന്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് അവൻ ഷേരുവിനായി ദിവസവും ഒരു പൊതി ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇറച്ചിയോ കരുതിയിരുന്നു. ആ കൊച്ചു സന്തോഷങ്ങൾ അവർ ലോകം മറന്നു. ഗ്രാമവാസികൾ പലപ്പോഴും ഈ കാഴ്ച കണ്ട് അതിശയിച്ചിട്ടുണ്ട്. ചിലർ പരിഹസിച്ചു, വെറും ഒരു നാഴയ്ക്ക് വേണ്ടി ഇവനിത് എന്തിനുള്ള കഷ്ടപ്പാടാണ് എന്നവർ ചോദിച്ചു. എന്നാൽ അവർക്കറിയാത്ത ഒന്നുണ്ടായിരുന്നു. രമേശിന് ഷേരു വെറും ഒരു മൃഗമായിരുന്നില്ല. ആരുമില്ലാത്ത തന്റെ ജീവിതത്തിലേക്ക് ദൈവം അയച്ച ഒരു മകനെ പോലെയോ സഹോദരനെ പോലെയായിരുന്നു അവൻ. ഷേരുവിനാകട്ടെ രമേശ് തന്റെ ദൈവമായിരുന്നു. ലോകത്തിലെ സകല ആഡംബരങ്ങളെക്കാളും അവന് വിലപ്പെട്ടത് രമേശിന്റെ കൈകൾ തന്റെ തലയിൽ തലോടുന്ന ആ നിമിഷമായിരുന്നു. രാത്രി രമേശിന്റെ ചെറിയ മുറിയിൽ അവൻ ഉറങ്ങുമ്പോൾ ജനലിന് പുറത്ത് ഇരുട്ടിനെ നോക്കി ഷേരു കാവൽ കിടന്നു. കാലം കടന്നുപോയി. ആ നായക്കുട്ടി വളർന്ന് കരുത്തനായൊരു നായയായി മാറി. അവന്റെ രോമങ്ങളുടെ നിറം കൂടുതൽ തെളിഞ്ഞു. കണ്ണിന്റെ തീക്ഷ്ണത കൂടി.
എങ്കിലും അവരുടെ പതിവുകൾക്കൊരു മാറ്റം വന്നില്ല. വർഷം ഏതായാലും കാലാവസ്ഥ എന്തു തന്നെയായാലും ഫാക്ടറി ഗേറ്റിന് മുന്നിലെ ആ കാത്തിരിപ്പും വൈകുന്നേരങ്ങളിലെ ആ സന്തോഷ പ്രകടനങ്ങളും ആ ഗ്രാമത്തിലെ ഒരു സ്ഥിരം കാഴ്ചയായി. പരസ്പരം വാക്കുകൾ ഇല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും സംവദിക്കാൻ അവർക്ക് സാധിച്ചു. സ്നേഹം എന്നത് ഉടമസ്ഥാവകാശമല്ല, മറിച്ച് ഒപ്പമുണ്ടാവുക എന്നതാണെന്ന് അവർ തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. പൂട്ടിക്കിടക്കുന്ന ഫാക്ടറിയുടെ നിഴലിൽ അവർ ഒരുമിച്ച് നടന്ന ആ പാതകളിൽ അവരുടെ സ്നേഹത്തിന്റെ ഗന്ധം തങ്ങി നിന്നു. വരാനിരിക്കുന്ന വലിയ കൊടുങ്കാറ്റുകളെ കുറിച്ച് ഒരറിവുമില്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ താനാണെന്ന ബോധ്യത്തോടെ രമേശ് തന്റെ ഷേരുവിനെ ചേർത്തു പിടിച്ച് ആ ഗ്രാമത്തിലെ തെരുവുകളിലൂടെ നടന്നു നീങ്ങി. വർഷങ്ങളോളം ആ ഗ്രാമത്തിലെ തെരുവുകളിലൂടെ ഒരു നിഴല് പോലെ രമേശും ഷേരുവും നടന്നു നീങ്ങി. അവരുടെ ജീവിതം ആ തുന്നൽ മെഷീനുകളുടെ താളം പോലെ സുഗമമായിരുന്നു. എന്നാൽ ഏത് വലിയ ശാന്തതയ്ക്കും പിന്നിൽ ഒരു കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിക്കുമെന്നത് പ്രകൃതി നിയമമാണ്. ഒരു തിങ്കളാഴ്ച പ്രഭാതത്തിൽ ഫാക്ടറി ഗേറ്റിന് മുന്നിൽ പതിവില്ലാത്ത ഒരു ആൾക്കൂട്ടം രമേശ് കണ്ടു. ഫാക്ടറി ഉടമയ്ക്ക് സർക്കാർ അയച്ച അടിയന്തര നോട്ടീസ് അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. വൻ സാമ്പത്തിക ബാധ്യതകളും നികുതി കുടിശ്ശികയും കാരണം ഫാക്ടറി അനിശ്ചിതകാലത്തേക്ക് അടച്ചുപൂട്ടാൻ അധികൃതർ ഉത്തരവിട്ടിരിക്കുന്നു. ആ വാർത്ത ഒരു ഇടിത്തി പോലെയാണ് രമേശിന്റെ മേൽ പതിച്ചത്. മറ്റുള്ളവർക്ക് അത് വെറും ഒരു ജോലി നഷ്ടമാകലായിരുന്നെങ്കിൽ രമേശിന് അത് തന്റെ ഏകലോകത്തിന്റെ തകർച്ചയായിരുന്നു. തന്റെ വിശപ്പടക്കിയിരുന്ന ഇടം എന്നതിലുപരി ഷേരുവിനോടൊപ്പം ഓരോ വൈകുന്നേരവും അവൻ പങ്കിട്ടിരുന്ന ആ സുരക്ഷിതമായ മണ്ണ് ഇനി തന്റേതല്ല എന്ന തിരിച്ചറിവ് അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ഓരോ തൊഴിലാളിയും തങ്ങളുടെ തുച്ഛമായ സാധനങ്ങളുമായി പടിയിറങ്ങുമ്പോൾ രമേശ് ആ പഴയ കെട്ടിടത്തിന്റെ ചുവരുകളിൽ അവസാനമായി ഒരിക്കൽ കൂടി കൈത്തലം ചാർത്തി. ഗേറ്റുകൾ ഓരോന്നായി വലിയ പൂട്ടുകളിട്ട് സീൽ ചെയ്യപ്പെട്ടു. ഷേരു തന്റെ യജമാനന്റെ മുഖത്തെ മ്ലാനത കണ്ട് അസ്വസ്ഥനായി അവനെ തന്നെ നോക്കി നിന്നു. അന്ന് രാത്രി രമേശിന് ഉറക്കം വന്നില്ല. തന്റെ പഴയ ഡയറികളും പ്രിയപ്പെട്ട പേനയും ജോലി ചെയ്തിരുന്ന മെഷീന് താഴെ മറന്നുപോയെന്ന് അവൻ ഓർത്തു. ആ കെട്ടിടവുമായുള്ള തന്റെ അവസാന ബന്ധവും അവിടെ ഉപേക്ഷിക്കാൻ അവന് തോന്നിയില്ല. അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ ആരും കാണാതെ തന്റെ സാധനങ്ങൾ എടുക്കാൻ അവൻ തീരുമാനിച്ചു. പതിവ് പോലെ ഷേരു അവന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് രാത്രി ഫാക്ടറി പരിസരത്ത് ഒരു വിചിത്രമായ അന്തരീക്ഷമായിരുന്നു. സാധാരണ അവിടെ ഉണ്ടാകാറുള്ള സെക്യൂരിറ്റി ജീവനക്കാരനെയോ വഴിവിളക്കിന്റെ നേരത്തെ വെളിച്ചമോ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു തരം ശ്വാസം മുട്ടിക്കുന്ന അന്ധകാരം അവിടെ പടർന്നിരുന്നു. ഫാക്ടറിയുടെ പിൻഭാഗത്തെ മതിലിനടുത്തെത്തിയപ്പോൾ ഷേരു പെട്ടെന്ന് നിശ്ചലനായി. അവന്റെ ശരീരം വില്ലുപോലെ വളഞ്ഞു, ചെവികൾ കൂർത്തു. തൊണ്ടയിൽ നിന്ന് ഭയപ്പെടുത്തുന്ന ഒരു മുരൾച്ച പുറത്തു വന്നു. എന്തോ വലിയൊരു അപകടം മുന്നിലുണ്ടെന്ന് ഷേരുവിന്റെ ജാഗ്രത രമേശിന് സൂചന നൽകി. അകലെ നിന്ന് മണ്ണ് തുരക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങളും പതുക്കെയുള്ള സംസാരവും കേട്ട രമേശ് ശ്വാസം അടക്കി പിടിച്ച് ഇരുട്ടിൽ ഒളിഞ്ഞു നിന്നു. ജിജ്ഞാസ അവനെ പിന്തിരിപ്പിച്ചു. താൻ പണിയെടുത്ത ആ പാവനായ ഇടത്ത് ഇത്ര വൈകി ആര് എന്തു ചെയ്യുന്നു എന്നറിയാൻ അവൻ പതുക്കെ മുന്നോട്ട് നീങ്ങി. പഴയ വലിയ വീപ്പകളുടെയും ഇരുമ്പ് തൂണുകളുടെയും മറവിൽ നിന്ന് രമേശ് കണ്ട കാഴ്ച അവന്റെ ചോര മരവിപ്പിക്കുന്നതായിരുന്നു. ഫാക്ടറിയുടെ പിൻഭാഗത്തെ തറയിലെ കോൺക്രീറ്റ് പാളികൾ മാറ്റി വലിയൊരു കുഴി രൂപപ്പെടുത്തിയിരിക്കുന്നു. ആ കുഴിക്കുള്ളിൽ നിന്ന് അതിർത്തിക്കപ്പുറത്തെ ബംഗ്ലാദേശ് ഗ്രാമങ്ങളിലേക്ക് നീളുന്ന വലിയൊരു തുരങ്കം അവിടെ തെളിഞ്ഞു വന്നു. ടോർച്ച് വെളിച്ചത്തിൽ കുറച്ചുപേർ ചേർന്ന വലിയ ചാക്കുകൾ ആ തുരങ്കത്തിലൂടെ പുറത്തെത്തിക്കുന്നുണ്ടായിരുന്നു. അവർ സംസാരിച്ചിരുന്നത് നാട്ടുകാരുടെ ഭാഷയിലായിരുന്നില്ല. അതിർത്തി കടന്നുള്ള അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുടെ താവളമായി ആ ഫാക്ടറി മാറിയിരുന്നു എന്ന് രമേശ് നെട്ടലോടെ തിരിച്ചറിഞ്ഞു. തന്റെ വിയർപ്പും അധ്വാനവും വീണ ആ മണ്ണ് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ രോഷം അണപ്പൊട്ടി. പക്ഷെ അവൻ നിസ്സഹായനായിരുന്നു. അവിടെ ചുരുങ്ങിയത് 10ഓളം പേർ ആയുധങ്ങളുമായി നിൽക്കുന്നുണ്ടായിരുന്നു. തന്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ പോലുമില്ല. ഈ വിവരം ഉടൻ തന്നെ പോലീസിനെയോ അതിർത്തി രക്ഷാസേനയോ അറിയിച്ചില്ലെങ്കിൽ രാജ്യം വലിയൊരു വിപത്തിലാകുമെന്ന് അവൻ മനസ്സിലാക്കി. അവിടുന്ന് ശബ്ദമുണ്ടാക്കാതെ രക്ഷപ്പെടാൻ അവൻ തീരുമാനിച്ചു. എന്നാൽ ഷേരുവിന്റെ സാന്നിധ്യം തന്നെ അപകടത്തിലായേക്കാം എന്ന് അവൻ ഭയപ്പെട്ടു. ഷേരുവിനെ ആ അപകടത്തിലേക്ക് വലിച്ചേക്കാൻ അവന് കഴിഞ്ഞില്ല. അവൻ ഷേരുവിനെ അടുത്തുള്ള ഒരു ഇരുണ്ട കോണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഷേരുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ആ അവസാനത്തെ വാക്കുകൾ പറഞ്ഞു. ഷേരു, നീ ഇവിടെ നിൽക്കണം. ഒരടി അനങ്ങരുത്. ഞാൻ വേഗം വരാം. പോലീസിനെ വിളിച്ചു കൊണ്ടുവന്ന് നിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. എന്നെ വിശ്വസിക്കണം മോനെ. അവന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഷേരു തന്റെ വാലാട്ടി ആ കൽപ്പന ശിരസാ വഹിച്ചു. തന്റെ യജമാനൻ ഏൽപ്പിച്ച ആ ദൗത്യം പാലിക്കാൻ ഷേരു ആ ഇരുട്ടിൽ പ്രതിമ പോലെ നിന്നു. രമേശ് പതുക്കെ മതിലിന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. എന്നാൽ വിധി ക്രൂരമായിരുന്നു. ഇരുട്ടിൽ പതുങ്ങിയിരുന്ന മാഫിയയുടെ കാവൽക്കാരൻ രമേശിനെ കണ്ടുപിടിച്ചു. രക്ഷപ്പെടാൻ ശ്രമിച്ച രമേശിനെ അവർ വടികൾ കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു. തലയ്ക്ക് അടിയേറ്റ് രമേശ് ബോധരഹിതനായി മണ്ണിൽ വീണു.
അവന്റെ നിലവിളി പുറത്തു വരാത്ത വിധം അവർ അവന്റെ വായ പൊത്തിയിരുന്നു. തെളിവ് നശിപ്പിക്കാനായി അവർ അവനെ ഇരുണ്ട തുരങ്കത്തിലൂടെ അതിർത്തിക്കപ്പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. പോകുന്നതിന് മുമ്പ് ആ തുരങ്ക കവാടം അവർ വലിയ കല്ലുകൾ വെച്ച് താൽക്കാലികമായി മൂടി. ഫാക്ടറിക്കുള്ളിൽ തന്റെ യജമാനൻ തന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞ ആ അവസാനത്തെ വാക്ക് മുറുകെ പിടിച്ച് ഷേരു കാത്തിരുന്നു. രമേശ് ഇപ്പോൾ വരും, തന്നെ വിളിക്കും എന്ന പ്രതീക്ഷയിൽ അവൻ ആ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. മിനിറ്റുകൾ മണിക്കൂറുകളായി, മണിക്കൂറുകൾ പുലർച്ചയിലേക്കും നീണ്ടു. പക്ഷേ രമേശ് വന്നില്ല. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം അവിടെ തുടങ്ങുകയാണെന്ന് ആ നിഷ്കളങ്കനായ ജീവി അറിഞ്ഞില്ല. ആ കറുത്ത രാത്രി രമേശിനെയും ഷേരുവിനെയും രണ്ട് ദിക്കുകളിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒരാൾ അതിർത്തിക്കപ്പുറത്തെ തടവറയിലേക്കും മറ്റൊരാൾ അതിർത്തിക്കപ്പുറത്തെ തന്റെ യജമാനന്റെ വാക്കിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലേക്കും. സ്നേഹത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ആ കാത്തിരിപ്പിന് അവിടെ തിരി തെളിയുകയായിരുന്നു. ആ കറുത്ത രാത്രിക്ക് ശേഷം ആ ഗ്രാമത്തിൽ വിരിഞ്ഞ പ്രഭാതം പതിവില്ലാത്ത ഒരു നിശബ്ദതയോടെയായിരുന്നു. ഫാക്ടറി പൂർണ്ണമായും സീൽ ചെയ്യപ്പെട്ട വാർത്ത ഗ്രാമത്തിലാകെ പടർന്നു. എന്നാൽ അതിനേക്കാൾ വലിയ ചർച്ചാ വിഷയം രമേശിന്റെ തിരോധാനമായിരുന്നു. കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ അവൻ രാത്രിക്ക് രാത്രി നാടുവിട്ടു പോയതാകുമെന്ന് നാട്ടുകാർ അടക്കം പറഞ്ഞു. അനാഥനായ അവനെ അന്വേഷിക്കാൻ ആരും കാര്യമായി മുന്നോട്ട് വന്നതുമില്ല. എന്നാൽ ഈ ലോകത്തിന് അജ്ഞാതമായ ഒരു സത്യം ആ ഫാക്ടറിയുടെ മതിലുകൾക്കുള്ളിൽ ശ്വാസമടക്കി പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. തന്റെ യജമാനൻ പറഞ്ഞ "ഇവിടെ നിൽക്കെ, ഞാൻ ഉടനെ വരാം" എന്ന വാക്കിൽ വിശ്വസിച്ച് ഷേരു ആ ഇരുട്ടിൽ തനിച്ചായി. 3 ദിവസത്തോളം ഭക്ഷണവും വെള്ളവുമില്ലാതെ ഷേരു ആ പൂട്ടിക്കിടക്കുന്ന കെട്ടിടത്തിനുള്ളിൽ അലഞ്ഞു. അവൻ ഓരോ വാതിലും നഖങ്ങൾ കൊണ്ട് മാന്തി സങ്കടത്തോടെ മോങ്ങി. പക്ഷേ ആരും വന്നില്ല. തന്റെ യജമാനൻ അദൃശ്യനായ വഴിയിലൂടെ പുറത്തു കടക്കാൻ അവൻ കിണഞ്ഞു ശ്രമിച്ചു. ഒടുവിൽ തട്ടിൻപുറത്തെ തകർന്നു കിടന്ന ഒരു വെന്റിലേഷൻ വിടവിലൂടെ സാഹസികമായി അവൻ പുറത്തേക്ക് ചാടി. പുറത്തെത്തിയ ഷേരു ആദ്യം ഓടിയത് അവർ ഒരുമിച്ച് താമസിച്ചിരുന്ന ആ കൊച്ചു വാടക മുറിയിലേക്കായിരുന്നു. തന്റെ യജമാനൻ അവിടെ ഉണ്ടാകുമെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. പക്ഷെ അവിടെയും കണ്ടത് പൂട്ടിയ വാതിലുകൾ മാത്രം. ആ മുറിക്ക് മുന്നിൽ ഒരു രാത്രി മുഴുവൻ അവൻ കരഞ്ഞു കിടന്നു. പിറ്റേന്ന് രാവിലെ ഷേരു തിരികെ വന്നത് ആ പഴയ ഫാക്ടറി ഗേറ്റിന് മുന്നിലേക്കാണ്. അവിടെയാണ് മനുഷ്യ ചരിത്രത്തിൽ അപൂർവമായ ആ 3 വർഷത്തെ തപസ് ആരംഭിച്ചത്. കാലം ആ ഗ്രാമത്തെ മാറ്റിമറിച്ചു. സീസണുകൾ ഒന്നൊന്നായി കടന്നുപോയി. ഉത്തർ ബംഗാളിലെ കഠിനമായ വേനൽക്കാലം വന്നപ്പോൾ സൂര്യൻ തീ തുപ്പുകയായിരുന്നു. റോഡുകളിലെ ടാർ പോലും ഉരുകിയൊലിച്ച ആ പകലുകളിൽ മറ്റു തെരുവ് നായകൾ തണൽ തേടി ഓടിയപ്പോൾ ഷേരു മാത്രം ആ ചുട്ടുപൊള്ളുന്ന സിമന്റ് തറയിൽ തന്നെ കിടന്നു. ചൂട് സഹിക്കാനാവാതെ നാവ് പുറത്തേക്കിട്ട് അവൻ കിതച്ചു. ദാഹം കൊണ്ട് തൊണ്ട വരണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ ആ ഇരുമ്പ് ഗേറ്റിൽ നിന്ന് മാറിയില്ല. ആരോ വെള്ളം നൽകിയാൽ പോലും അവൻ അത് കുടിക്കാൻ മടിച്ചു. തന്റെ ശ്രദ്ധ മാറിയ നിമിഷം രമേശ് വന്നാലോ എന്ന ഭയമായിരുന്നു ആ മിണ്ടാപ്രാണിക്ക്. കാലവർഷം എത്തിയപ്പോൾ തോരാത്ത മഴയിൽ ആ ഗ്രാമം മുങ്ങി. ആകാശത്ത് ഇടിമിന്നലുകൾ വെട്ടുമ്പോൾ ഭയന്നോടുന്ന പക്ഷിമൃഗാദികൾക്കിടയിൽ ഷേരു ഒരു പാറ പോലെ ഉറച്ചു നിന്നു. നനഞ്ഞു കുതിർന്ന ശരീരവുമായി വിറച്ചുകൊണ്ട് അവൻ അതേ സ്ഥാനത്ത് തന്നെ ഇരുന്നു. തണുപ്പ് അവനെ തളർത്തിയപ്പോഴും തന്റെ രോമങ്ങൾക്കിടയിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുമ്പോഴും അവൻ അനുസരണയുള്ള കുട്ടിയെ പോലെ അവിടെ തന്നെ ഇരുന്നു. ശൈത്യകാലത്തെ കൊടും തണുപ്പിൽ രാത്രി മുഴുവൻ മഞ്ഞേറ്റി വിറക്കുമ്പോഴും പുലർച്ചെ ഗ്രാമവാസികൾ കാണുന്നത് മഞ്ഞുകണങ്ങളാൽ മൂടപ്പെട്ട ഒരു ശില്പം പോലെ ഗേറ്റിന് മുന്നിൽ ഇരിക്കുന്ന ഷേരുവിനെയാണ്. അവന്റെ ഉള്ളിലെ പ്രതീക്ഷയുടെ ചൂട് മാത്രമായിരുന്നു അവനെ അവിടെ പിടിച്ചു നിർത്തിയത്. നാട്ടുകാരുടെ പെരുമാറ്റം ഷേരുവിനോട് ക്രൂരമായി കൊണ്ടിരുന്നു. ആദ്യമൊക്കെ സഹതാപം കാണിച്ചർ പിന്നീട് അവനെ ഒരു ശാപമായി കണ്ടു തുടങ്ങി. പൂട്ടിക്കിടക്കുന്ന ഫാക്ടറിക്ക് മുന്നിൽ ഇങ്ങനെയൊരു നായ ഇരിക്കുന്നത് ശകുനപ്രിയയാണെന്ന് പഴമക്കാർ പറഞ്ഞു. വികൃതികളായ കുട്ടികൾ അവനെ കല്ലെറിയുന്നത് ഒരു വിനോദമാക്കി മാറ്റി. ഒരിക്കൽ പോലും ഷേരു അവർക്ക് നേരെ കുരച്ചില്ല, കടിക്കാൻ ചെന്നില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യരെല്ലാം അദൃശ്യരായിരുന്നു. അവന്റെ ലോകത്ത് ഒരേയൊരു രൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു രാത്രിയിൽ കനത്ത മഴ പെയ്യുമ്പോൾ ഷേരു ഗേറ്റിന് താഴെ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു. അന്ന് അവിടെ വന്ന ഒരാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന തിളച്ച കഞ്ഞിവെള്ളം ക്രൂരമായി ഷേരുവിന്റെ മേൽ ഒഴിച്ചു. വേദന കൊണ്ട് ഷേരു ആ തറയിൽ ഉരുണ്ടുമറിഞ്ഞു. അവന്റെ ഉറക്കെയുള്ള കരച്ചിൽ രാത്രിയുടെ നിശബ്ദയെ ഭേദിച്ചു. 10 മിനിറ്റോളം അവൻ ദൂരെ മാറി നിന്ന് വേദനയോടെ മോങ്ങി. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ പൊള്ളിയ ശരീരത്തിൽ നിന്ന് പുകയുയരുമ്പോഴും അവൻ വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ വന്നിരുന്നു. തന്റെ വേദനയേക്കാൾ വലുത് യജമാനനോടുള്ള വാക്കാണെന്ന് അവൻ വീണ്ടും തെളിയിച്ചു. കാലം കടന്നുപോയപ്പോൾ ഷേരുവിന്റെ ശരീരത്തിൽ വാർദ്ധക്യത്തിന്റെയും പട്ടിണിയുടെയും അടയാളങ്ങൾ വീണു തുടങ്ങി. അവന്റെ തിളക്കമുള്ള തവിട്ടു നിറം മങ്ങി. അസ്ഥികൾ പുറത്തേക്ക് തള്ളി. ശരീരം ശോഷിച്ച് അവൻ വെറും ഒരു അസ്ഥികൂടമായി മാറി. രോമങ്ങൾ പലയിടത്തും കൊഴിഞ്ഞുപോയി. കാഴ്ചശക്തി പോലും പതുക്കെ മങ്ങി തുടങ്ങി. എന്നിട്ടും ആ ഗേറ്റിന്റെ ഓരോ ചലനവും അവൻ കാതോർത്തു. കാറ്റത്ത് ജനൽപാളികൾ ആടുമ്പോഴോ മരച്ചില്ലങ്ങൾ ഉരസുമ്പോഴോ അവൻ വാലാട്ടി എഴുന്നേൽക്കും.
തന്റെ പ്രിയപ്പെട്ട രമേശ് ആ ഗേറ്റ് തുറന്നു വരുന്നത് അവൻ ഓരോ നിമിഷവും സ്വപ്നം കണ്ടു. 3 വർഷത്തെ ഈ കാത്തിരിപ്പ് കൊണ്ട് ആ ഗേറ്റിന് മുന്നിലെ മണ്ണ് ഷേരുവിന്റെ നിരന്തരമായ സാന്നിധ്യം കൊണ്ട് ഒരു കുഴിയായി മാറി. ആ ഗ്രാമത്തിലെ വഴിപോക്കർക്ക് അവൻ വെറും ഒരു ഭ്രാന്തൻ നായയായിരുന്നു. എന്നാൽ സത്യത്തിൽ അവൻ അവിടെ ഒരു സ്മാരകം പോലെ നിലകൊള്ളുകയായിരുന്നു. മനുഷ്യർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും സ്മാരകം. ലോകം മുഴുവൻ രമേശിനെ മറന്നപ്പോഴും ഒരു പക്ഷെ രമേശ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആരും ചിന്തിക്കാതിരുന്നപ്പോഴും ഒരു നായ മാത്രം തന്റെ ഹൃദയത്തിൽ ആ സ്മരണങ്ങളെ കെടാതെ സൂക്ഷിച്ചു. തന്റെ യജമാനൻ ഒരിക്കലും കള്ളം പറയില്ലെന്നും അവൻ തനിക്ക് നൽകിയ വാക്ക് പാലിക്കുമെന്നും ഷേരു ഉറച്ചു വിശ്വസിച്ചു. ആ വിശ്വാസമാണ് മരണത്തിന് പോലും വിട്ടുകൊടുക്കാതെ അവനെ 3 വർഷം ആ മണ്ണിൽ പിടിച്ചു നിർത്തിയത്. 3 വർഷം നിശ്ചലമായി നിന്ന ആ ഗ്രാമത്തിലെ കാലത്തിലേക്ക് ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശിയത് പുതിയ സബ് ഇൻസ്പെക്ടർ അർജുൻ സിംഗിന്റെ വരവോടെയായിരുന്നു. കണിശമായ അച്ചടക്കത്തിനും കേസുകൾ തെളിയിക്കാനുമുള്ള അസാധാരണമായ ബുദ്ധിക്കുള്ള പ്രശസ്തി അദ്ദേഹത്തിന് പിന്നിലുണ്ടായിരുന്നു. യൂണിഫോമിനുള്ളിലെ കർഷക്കാരനായ ഉദ്യോഗസ്ഥനപ്പുറം പ്രകൃതിയുടെ ചലനങ്ങളെയും മിണ്ടാപ്രാണികളെയും സ്നേഹത്തോടെ നിരീക്ഷിച്ചിരുന്ന ഒരു മനുഷ്യത്വമുള്ള ഹൃദയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചാർജ് എടുത്ത ആദ്യ ആഴ്ചകളിൽ തന്നെ സ്റ്റേഷനിലേക്കുള്ള യാത്രക്കിടയിൽ ആ പഴയ ഫാക്ടറി ഗേറ്റിന് മുന്നിൽ ചലനമറ്റു കിടക്കുന്ന ആ തവിട്ടിമിറമുള്ള നായ അർജുന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മറ്റുള്ളവർക്ക് അതൊരു പതിവ് കാഴ്ചയായിരുന്നു. എന്നാൽ അർജുൻ സിംഗിന്റെ കണ്ണുകൾക്ക് അതൊരു വെറും തെരുവുനായയായിരുന്നില്ല. എന്നും ഒരേ സ്ഥലത്ത് ഒരേ ദിശയിലേക്ക് നോക്കി എല്ലാ പ്രതിസന്ധികളിലെയും അതിജീവിച്ച് നിലയുറപ്പിച്ചിരിക്കുന്ന ആ ജീവിൽ എന്തോ ഒരു വലിയ നിഗൂഢത അദ്ദേഹം ദർശിച്ചു. അദ്ദേഹം തന്റെ ജീപ്പ് നിർത്തി അടുത്തുള്ള ചായക്കടക്കാരനോട് വിവരങ്ങൾ ചോദിച്ചു. പരിഹാസത്തോടെയുള്ള ചായക്കടക്കാരന്റെ മറുപടി അദ്ദേഹത്തെ ഞെട്ടിച്ചു. സർ, അതൊരു ഭ്രാന്തൻ നായയാണ്. ഇതിനു മുമ്പ് ഇവിടെ ജോലി ചെയ്തിരുന്ന ആരോ ഒരാൾ പോയപ്പോൾ ഇട്ടേച്ചു പോയതാണ്. ഈ 3 വർഷമായി അവൻ ആ മണ്ണിൽ നിന്ന് മാറിയിട്ടില്ല. എത്ര ഓടിച്ചാലും അവൻ പോകുന്നില്ല. ഈ വാക്കുകൾ കേട്ട അർജുൻ സിംഗ് ആലോചനയിൽ ആണ്ടു. ഒരു നായ 3 വർഷം വിശപ്പും പീഡനങ്ങളും സഹിച്ച് ഒരേയിടത്ത് കാത്തിരിക്കണമെങ്കിൽ അതിനു പിന്നിൽ ഗൗരവകരമായ എന്തോ ഒന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പോലീസ് ബുദ്ധി പറഞ്ഞു. ഒന്നെങ്കിൽ ആ നായക്ക് തന്റെ യജമാനിൽ അത്രമാത്രം വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ആ അടഞ്ഞു കിടക്കുന്ന ഫാക്ടറിക്കുള്ളിൽ മറ്റാരും കാണാത്ത എന്തോ ഒരു സത്യം അവന് മാത്രം അറിയാം. ഷേരുവുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അത് എളുപ്പമായിരുന്നില്ല. മനുഷ്യരിൽ നിന്ന് കല്ലേറുകളും ക്രൂരതകളും മാത്രം അനുഭവിച്ചു മടുത്ത ഷേരുവിന് ഇപ്പോൾ ആരെയും വിശ്വാസമില്ലായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ അർജുൻ സിംഗ് നൽകിയ പാലും ബിസ്ക്കറ്റും ഷേരു തൊട്ടുപോലും നോക്കിയില്ല. ദൂരെ മാറി നിന്ന് സംശയത്തോടെ ആ യൂണിഫോം ധരിച്ച മനുഷ്യനെ അവൻ നോക്കി. പക്ഷെ അർജുൻ പിന്മാറാൻ തയ്യാറായില്ല. അദ്ദേഹം ദിവസവും തന്റെ ജോലിക്കിടയിൽ സമയം കണ്ടെത്തി ഷേരുവിന്റെ അടുത്ത് വന്നിരുന്നു. ശാന്തമായ ശബ്ദത്തിൽ അവനോട് സംസാരിച്ചു. നിന്റെ ഉള്ളിൽ എന്തോ ഉണ്ടല്ലോ ഷേരു, അദ്ദേഹം പതിയെ മന്ത്രിക്കുമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ അർജുന്റെ സാമീപ്യം ഷേരുവിനെ ഭയപ്പെടുത്താതെയായി. തന്റെ നേരെ നീട്ടുന്ന കൈകളിൽ ഉപദ്രവിക്കാനുള്ള വടിയല്ല, മറിച്ച് സ്നേഹത്തോടെയുള്ള ഭക്ഷണമാണെന്ന് അവൻ പതുക്കെ തിരിച്ചറിഞ്ഞു. പതിയെ ഷേരു ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ അരികിലേക്ക് വരാൻ തുടങ്ങി. അർജുൻ സിംഗ് ഷേരുവിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഇടയ്ക്കിടെ ഷേരു ഗേറ്റിന്റെ പഴുതിലൂടെ മണം പിടിക്കുകയും പ്രത്യേക രീതിയിൽ മുരളുകയും ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. സാധാരണ തെരുവുനായകൾ കുരയ്ക്കുന്നത് പോലെയല്ല, മറിച്ച് തന്റെ മുന്നിലുള്ള ഒരു അപരിചിത സത്യത്തെക്കുറിച്ച് ആരെങ്കിലും വന്ന് പരിശോധിക്കാൻ അവൻ ആഹ്വാനം ചെയ്യുന്നത് പോലെയായിരുന്നു അത്. പ്രത്യേകിച്ച് ഫാക്ടറിയുടെ പിൻഭാഗത്തെ ചുമരിനടുത്ത് ഷേര് കാണിക്കുന്ന അസ്വാഭാവികമായ ജാഗ്രത അർജുന്റെ സംശയം വർദ്ധിപ്പിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി രമേശ് എന്ന തൊഴിലാളിയുടെ കാണാതാകലിനെ കുറിച്ച് അദ്ദേഹം പഴയ ഫയലുകൾ പരിശോധിച്ചു. കേവലം ഒരു തിരോധാന കേസ് എന്ന് മുദ്ര കുത്തിയ ആ ഫയലിന് പിന്നിൽ വലിയൊരു സത്യം ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. നിയമപരമായ നൂലാമാലകൾ കാരണം പൂട്ടിക്കിടക്കുന്ന ഒരു സ്വകാര്യ വസ്തുവിലേക്ക് അതിക്രമിച്ചു കയറുന്നത് ബുദ്ധിമുട്ടായിരുന്നു. ഫാക്ടറി ഉടമകളും അവരുടെ അഭിഭാഷകരും ശക്തമായി എതിർത്തു. എന്നാൽ അർജുൻ സിംഗ് തന്റെ ഔദ്യോഗിക പദവിയും അതിർത്തി സുരക്ഷാ ഭീഷണിയും മുൻനിർത്തി ഫാക്ടറി തുറക്കാൻ ഉത്തരവിട്ടു. വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആ തുരുമ്പിച്ച ഇരുമ്പ് ഗേറ്റ് പൊളിച്ചപ്പോൾ പുറത്തേക്ക് വന്നത് വർഷങ്ങളുടെ പൊടിപടലങ്ങളും മരവിപ്പിക്കുന്ന നിശബ്ദതയുമായിരുന്നു. ഗേറ്റ് തുറന്ന പാടെ അർജുനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഷേരു ഉള്ളിലേക്ക് പാഞ്ഞു. അവൻ മറ്റൊരിടത്തും നിൽക്കാതെ നേരെ ഓടിയത് ഫാക്ടറിയുടെ ഏറ്റവും പിന്നിലുള്ള ഇരുളടഞ്ഞ ഗോഡൌണിലേക്കാണ്. അർജുനും സംഘം ജാഗ്രതയോടെ അവന്റെ പിന്നാലെ ചെന്നു. ഗോഡൌണിന്റെ ഒരു മൂലയിൽ ചെന്ന് ഷേരു തറയിൽ നഖങ്ങൾ കൊണ്ട് ശക്തിയായി മാന്താൻ തുടങ്ങി. അവൻ ഉച്ചത്തിൽ കുരച്ചുകൊണ്ട് അർജുന്റെ മുഖത്തേക്ക് നോക്കി. ഇവിടെ നോക്കൂ എന്നൊരു വ്യക്തമായ സന്ദേശം ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നു.
അർജുൻ സിംഗ് തന്റെ സംഘത്തിന് അവിടെ പരിശോധിക്കാൻ നിർദ്ദേശം നൽകി. സിമന്റ് പാളികൾക്ക് മുകളിൽ വീണുകിടന്ന പഴയ ചാക്കുകളും ചപ്പുചവറുകളും മാറ്റിയപ്പോൾ അവിടെ തറയിൽ ഒരു വിള്ളൽ കണ്ടു. ആ ഭാഗം കൊത്തിപ്പൊളിച്ചപ്പോൾ അവിടെ ഒളിപ്പിച്ചു വെച്ച് ഒരു ഇരുമ്പ് പാളി കണ്ടെത്തി. അത് നീക്കിയതോടെ അർജുനും സംഘവും ഞെട്ടിപ്പോയി. ഭൂമിക്കടിയിലേക്ക് നീളുന്ന ആഴമേറിയ ഒരു തുരങ്കത്തിന്റെ കവാടം അവിടെ തെളിഞ്ഞു വന്നു. ആ തുരങ്കത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് രാസവസ്തുക്കളുടെയും മയക്കുമരുന്നിന്റെയും നിഷിദ്ധമായ ഗന്ധമായിരുന്നു. ഒരു വലിയ അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയ ആ ഫാക്ടറിയെ ഒരു മുഖമൂടിയാക്കി പ്രവർത്തിക്കുകയായിരുന്നു എന്ന് അർജുൻ തിരിച്ചറിഞ്ഞു. പൂട്ടിക്കിടക്കുന്ന കെട്ടിടം അവർക്ക് ഏറ്റവും മികച്ച മറയായിരുന്നു. അതിർത്തി കടന്നു വരുന്ന മയക്കുമരുന്ന് ശേഖരിക്കുന്നതും വിതരണം ചെയ്യുന്നതും അവിടെ വെച്ചാണെന്ന് തെളിവുകൾ വിരൽ ചൂണ്ടി. ഈ നിമിഷം വരെ ആ നാഴിയെ പരിഹസിച്ചിരുന്ന നാട്ടുകാർ മൂകരായി നിന്നു. ഷേർ വെറുതെ കാത്തിരിക്കുകയായിരുന്നില്ല. അവൻ ഒരു രഹസ്യത്തിന്റെ കാവൽക്കാരനായിരുന്നു. തന്റെ യജമാനൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തിയാക്കാനും ലോകത്തിനു മുന്നിൽ ഈ ക്രൂരത വെളിപ്പെടുത്താൻ അവൻ 3 വർഷം സ്വന്തം ജീവിതം തന്നെ ഉഴിഞ്ഞുവെച്ചു. അർജുൻ സിംഗ് ഷേരുവിനെ ചേർത്ത് പിടിച്ചു. നീ ഒരു സാധാരണ നായയല്ല ഷേരു, നീ ഒരു യഥാർത്ഥ ഓഫീസറാണ്, അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞു. എന്നാൽ ആ തുരങ്കത്തിന്റെ ആഴങ്ങളിൽ ഷേരു കാത്തുവെച്ചിരുന്ന മറ്റൊരു സത്യം കൂടി അർജുനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തന്റെ യജമാനായ രമേഷിനെ എന്തു പറ്റിയെന്ന ചോദ്യത്തിന് ഉത്തരം ആ ഇരുണ്ട വഴിയിൽ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഒരു നായയുടെ വിശ്വസ്തത കൊണ്ട് ഒരു രാജ്യദ്രോഹ ശൃംഖലയെ തകർക്കാനുള്ള ഓപ്പറേഷൻ ഷേരു അവിടെ ആരംഭിക്കുകയായിരുന്നു. ഇൻസ്പെക്ടർ അർജുൻ സിംഗ് ആ ഇരുണ്ട തുരങ്കത്തിനുള്ളിലേക്ക് തന്റെ ടോർച്ച് വെളിച്ചം വീശി പതുക്കെ നടന്നു. നനവുള്ള ചുവരുകളും ശ്വാസം മുട്ടിക്കുന്ന ഗന്ധവുമുള്ള ആ ഇടുങ്ങിയ വഴിയിലൂടെ നീങ്ങുമ്പോൾ തന്റെ മുന്നിൽ തെളിയാൻ പോകുന്നത് ഒരു മനുഷ്യന്റെ അതിജീവനത്തിന്റെ കഥയാണെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. തുരങ്കത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു ഇടുങ്ങിയ ചുവരിൽ അർജുൻ വെളിച്ചം ഉടക്കി നിന്നു. അവിടെ കല്ലുകളുടെ ആഴത്തിൽ എന്തോ കോറിയിട്ടിരിക്കുന്നു. അർജുൻ അടുത്തേക്ക് നീങ്ങി വെളിച്ചം കൃത്യമായി ആ ചുവരിലേക്ക് അടിച്ചു. പട്ടിണി കിടന്നും തടവറയിൽ കഴിഞ്ഞും ശാരീരികമായി തളർന്ന ഒരാൾ തന്റെ കൈവിരലുകളിൽ നഖങ്ങൾ കൊണ്ട് ആ ചുവരിൽ ഓരോ അക്ഷരങ്ങളും വേദനയോടെ കൊത്തിയെടുത്ത് പോലെയായിരുന്നു അത്. ആ വരികൾ വായിച്ച അർജുൻ സിംഗ് ഒരു നിമിഷം സ്തംഭിച്ചു പോയി. എന്റെ പേര് രമേശ്, ഞാൻ ഈ ഫാക്ടറിയിലെ തൊഴിലാളിയായിരുന്നു. എന്നെ ഇവർ പിടികൂടി കൊണ്ടുപോകുന്നു. എന്റെ ഷെയർ പുറത്ത് നിൽക്കുന്നുണ്ടാകും. അവനെ ആരെങ്കിലും സഹായിക്കണം. ആ വാക്കുകൾ അർജുൻ സിംഗിന്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. മരണം കൺമുന്നിൽ കണ്ട നിമിഷത്തിലും ക്രൂരമായ മർദ്ദനമേറ്റ അവശനായപ്പോഴും ആ സാധാരണക്കാരൻ ആകുലപ്പെട്ടത് തനിക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് പുറത്ത് കാത്തു നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഷേരുവിനെ കുറിച്ചായിരുന്നു. താൻ തിരിച്ചു ചെന്നില്ലെങ്കിൽ തന്റെ നായ അനാഥനാകുമെന്ന് അയാൾ ഭയന്നിരുന്നു. ആ വരികൾ രമേശിന്റെ അവസാനത്തെ നിലവിളിയായിരുന്നു. ആ നിലവിളി ലോകത്തെ അറിയിക്കാൻ ഷേരു 3 വർഷം അവിടെ കാവൽ നിന്നു. അതേസമയം അർജുനൊപ്പം ഉള്ളിലേക്ക് കയറി ഷേരു മണ്ണിൽ എന്തോ തിരയുകയായിരുന്നു. പെട്ടെന്ന് അവൻ തുരങ്കത്തിന്റെ ഒരു മൂലയിൽ കിടന്ന് കനത്ത മണ്ണിനിടയിൽ നിന്ന് എന്തോ ഒന്ന് കടിച്ചെടുത്ത് പുറത്തേക്ക് വലിച്ചിട്ടു. അതൊരു പഴയ റബ്ബർ ചെരുപ്പായിരുന്നു. വർഷങ്ങൾ പഴക്കം ചെന്നതും മണ്ണിൽ പൂണ്ടുപോയതുമായ ആ ചെരുപ്പ് കണ്ടതും ഷേരുവിന്റെ ഭാവം മാറി. അത് തന്റെ പ്രിയപ്പെട്ട രമേശിന്റേതാണെന്ന് അവൻ നിമിഷ നേരം കൊണ്ട് മനസ്സിലായി. ആ ചെരുപ്പ് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഷേരു വിതുമ്പാൻ തുടങ്ങി. ഒരു മൃഗം തന്റെ സങ്കടം ഇത്രമാത്രം വൈകാരികമായി പുറത്തെടുക്കുന്നത് കണ്ടുനിന്ന പോലീസുകാർ അമ്പരന്നു പോയി. ഷേരുവിന്റെ ആ കരച്ചിൽ 3 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന്റെയും വേദനയുടെയും ബഹിർസ്ഫുരണമായിരുന്നു. അവൻ ആ ചെരുപ്പുമായി തുരങ്കത്തിന് പുറത്തേക്ക് നടന്നു. തന്റെ ലക്ഷ്യം പൂർത്തിയെന്ന ബോധ്യം ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. തുരങ്കത്തിലെ ആ ചുവരെഴുത്തുകൾ നൽകിയ സൂചന ഇൻസ്പെക്ടർ അർജുൻ സിംഗ് വളരെ ഗൗരവത്തോടെയാണ് എടുത്തത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അന്താരാഷ്ട്ര പോലീസ് ഏജൻസികളും വഴി ബംഗ്ലാദേശ് പോലീസുമായി ചേർന്ന് അതീവ രഹസ്യമായി അന്വേഷണങ്ങൾ ആരംഭിച്ചു. ആഴ്ചകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ അതിർത്തിക്കപ്പുറത്ത് ഒരു വിജനമായ കാടിനുള്ളിലെ രഹസ്യ തടവറിൽ നിന്ന് രമേശിനെ കണ്ടെത്തി. 3 വർഷത്തോളം സൂര്യപ്രകാശം പോലും കാണാതെ പീഡനമേറ്റി രമേശ് ശാരീരികമായി പൂർണ്ണമായും തളർന്നിരുന്നു. എങ്കിലും തന്റെ ഷെരുവിനെ ഒരിക്കൽ കൂടി കാണണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു അവനെ ജീവനോടെ നിലനിർത്തിയത്. രമേശ് തന്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയ ദിവസം ആ ഗ്രാമം ഒന്നടങ്കം ആവേശത്തിലായിരുന്നു. പോലീസിന്റെ വാഹനവ്യൂഹം ഗ്രാമത്തിന്റെ അതിർത്തി കടന്നു വരുമ്പോൾ ജനക്കൂട്ടം ആവേശത്തോടെ കാത്തുനിന്നു. എന്നാൽ ആ ജനക്കൂട്ടത്തിനിടയിൽ മറ്റാരേക്കാളും മുമ്പേ തന്റെ കാതുകൾ കൂർപ്പിച്ച് അക്ഷമനായി നിൽക്കുന്ന ഒരു ജീവൻ ഉണ്ടായിരുന്നു. അത് ഷേരുവായിരുന്നു. വാഹനത്തിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ രമേശിനെ താങ്ങി താഴെ ഇറക്കി. അവശനായിരുന്ന രമേശ് കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് തന്നെ നോക്കി വാലാട്ടി നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഷേരുവിനെയാണ്.
ലോകം മുഴുവൻ രമേശിനെ മറന്നപ്പോഴും ഷേരു മാത്രം ആ വിശ്വാസം കൈവിട്ടില്ല. തന്റെ യജമാന്റെ രൂപം കണ്ടതും ഷേരു ഉറക്കെ കുരച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടി വന്നു. രമേശിനെ കെട്ടിപ്പിടിച്ചു. ആ വലിയ മനുഷ്യൻ തന്റെ അവശതകൾ മറന്ന് ആ നായയെ മാറോടണച്ചു. പൊട്ടിക്കരഞ്ഞു. നീ കാത്തിരുന്നു അല്ലടോ എന്ന് ചോദിച്ചുകൊണ്ട് രമേശ് ഷേരുവിന്റെ തലയിൽ ചുംബിച്ചു. ഷേരു രമേശിന്റെ കൈകളും മുഖവും നക്കി തന്റെ സ്നേഹം പ്രകടിപ്പിച്ചു. സ്നേഹത്തിന്റെ ആ മഹാസംഗമം കണ്ടുനിന്നവരുടെ കണ്ണുകളെ ഇറനണിയിച്ചു. അത്രയും കാലം ഷേരുവിനെ പരിഹസിച്ചവരും അവനെ കല്ലെറിഞ്ഞവരും വിറക്കുന്ന ഹൃദയത്തോടെ തല താഴ്ത്തി നിന്നു. ഒരു മനുഷ്യൻ തന്റെ സഹജീവികളോട് പോലും കാണിക്കാൻ മടിക്കുന്ന അത്രയും വലിയ വിശ്വസ്തതയാണ് ഈ മിണ്ടാപ്രാണി കാണിച്ചു കൊടുത്തതെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഷേരുവിന്റെ ഈ അസാധാരണമായ വിശ്വസ്തതയ്ക്ക് അർഹമായ അംഗീകാരം നൽകാൻ അർജുൻ സിംഗ് മുൻകൈയെടുത്തു. ജില്ലയിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഒരു ഔദ്യോഗിക ചടങ്ങ് സംഘടിപ്പിച്ചു. ആ ഗ്രാമത്തിലെ എല്ലാവരെയും സാക്ഷി നിർത്തി ഷേരുവിന്റെ കഴുത്തിൽ പോലീസ് മെഡൽ അണിയിച്ച് അവനെ ആദരിച്ചു. ചടങ്ങിൽ അർജുൻ സിംഗ് പ്രഖ്യാപിച്ചു, ഷേരു വെറുമൊരു നാഴികയല്ല, ഒരു അന്താരാഷ്ട്ര കുറ്റകൃത്യത്തിന്റെ ചുരുളയച്ച നമ്മുടെ രാജ്യത്തിന്റെ ഹീറോയാണ് ഇവൻ. ഷേരുവിന് ഔദ്യോഗികമായി ഒരു പോലീസ് ഡോഗ് പദവി നൽകാനും അവനും രമേശിനും ആവശ്യമായ സംരക്ഷണം നൽകാനും സർക്കാർ തീരുമാനിച്ചു. സ്നേഹത്തിന് ഭാഷയുടെ ആവശ്യമില്ലെന്നും വിശ്വസ്തതയ്ക്ക് അതിരുകളില്ലെന്നും ആ നായ ലോകത്തിന് കാണിച്ചു കൊടുത്തു. രമേശ് തന്റെ പഴയ മുറിയിലേക്ക് ഷേരുവിനോടൊപ്പം നടന്നു പോകുമ്പോൾ ആ ഗ്രാമത്തിലെ വഴിവിളക്കുകൾ അവർക്കായി തെളിഞ്ഞു. ഒരു യജമാനനും നാഴയും എന്നതിലുപരി മരണത്തിനും കാലത്തിനും തകർക്കാൻ കഴിയാത്ത രണ്ട് ആത്മമിത്രങ്ങളുടെ വിജയഗാഥയായിരുന്നു അത്. ഷേരുവിന്റെ പേര് ആ ഗ്രാമത്തിന്റെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ടു. തന്റെ യജമാനൻ പറഞ്ഞ അല്പം കഴിഞ്ഞു വരാം എന്ന വാക്കിൽ വിശ്വസിച്ചു തുടങ്ങിയ ആ 3 വർഷത്തെ കാത്തിരിപ്പൊടുവിൽ നീതിയുടെയും സ്നേഹത്തിന്റെയും വിജയത്തിൽ കലാശിച്ചു. ഷേരു എന്ന ആ വലിയ ഹീറോ തന്റെ ദൗത്യം പൂർത്തിയാക്കി രമേശിന്റെ തണലിൽ വിശ്രമിച്ചു.